ഓം ശ്രീമാത്രേ നമഃ. കാമ്യ സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 339 മുതൽ 343 വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 339 നാമമന്ത്രം വിഷ്ണുമായ. ഇവിടെ വിഷ്ണുമായ എന്ന് നീട്ടിയിട്ടാണ് ജപിക്കേണ്ടത്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളതാണിത്. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ശ്രീമാതാ തുടങ്ങി ലളിതാംബിക വരെ എല്ലാ നാമമന്ത്രങ്ങളും നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം ഇത് ദേവീ മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ. ഉദാഹരണത്തിന് ശിവ എന്നാൽ സാക്ഷാൽ പരമശിവൻ, ശിവ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ പാർവതീ ദേവി. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നാമമന്ത്രങ്ങളും നീട്ടിയിട്ട് ഉച്ചരിക്കുക. ഇതിൽ വിഷ്ണുമായ എന്നാൽ വിഷ്ണുമായ രൂപിണി, അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ദേവീ മഹാത്മ്യത്തിലെ 1-ാം അധ്യായം മധുകൈടഭവധം, അതിൽ ശ്രീ മഹാകാളിയുടെ അവതാരത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നുണ്ട്, ലോകനാഥനായ വിഷ്ണുവിൻ്റെ യോഗനിദ്രയാകുന്നു ആ വിഷ്ണുമായ അല്ലെങ്കിൽ മഹാമായ. ആ വിഷ്ണുമായയാൽ അല്ലെങ്കിൽ ആ മഹാമായയാൽ ഈ ജഗത്ത് മുഴുവൻ മോഹിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭവാന്റെ ഈ മോഹത്തിൽ വിസ്മയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ മഹാകാളി തന്നെയാണ് വിഷ്ണുമായ. ആ വിഷ്ണുമായ തന്നെയാണ് ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, വിഷ്ണുമായ എന്ന്. 340 വിലാസിനി. ഇതും അതേപോലെ തന്നെ നീട്ടിയിട്ടാണ് ജപിക്കേണ്ടത്. വിലാസം ഉള്ളവൾ, സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സ്വാഭാവിക ലാളിത്യമുള്ള സുഖസ്മിതത്തോടു കൂടിയ സൗമ്യമായ ആ വിലാസത്തോടു കൂടിയവൾ, അതാണ് ഇവിടെ വിലാസിനി എന്ന്. 341 ക്ഷേത്രസ്വരൂപ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്രം. ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ഷേത്രസ്വരൂപ. ഇവിടെ ക്ക് എന്നുള്ളത് ശരിക്കും കേൾക്കണം. അതല്ലാതെ വെറുതെ ക്ഷേത്രസ്വരൂപ എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല. ക്ഷേത്രസ്വരൂപ എന്ന് നീട്ടിയിട്ട് ജപിക്കണം. ഇങ്ങനെ തന്നെ ജപിച്ചാൽ മാത്രമേ മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവുള്ളൂ. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ജപിക്കരുത്. ക്ഷേത്രസ്വരൂപ എന്ന് നീട്ടിയിട്ട് ജപിക്കുക. ക്ഷേത്രം സ്വരൂപമായുള്ളവൾ. ഇവിടെ ക്ഷേത്രം എന്നുള്ളതിന് 2 വിധത്തിൽ നമുക്കെടുക്കാം. ഒന്ന്, 36 തത്വങ്ങളോട് കൂടിയ നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിനെ ക്ഷേത്രം എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ റെപ്ലിക്കയാണ് അല്ലെങ്കിൽ തനിപ്പകർപ്പാണ് നമ്മൾ തൊഴാൻ പോകുന്ന ക്ഷേത്രവും. അപ്പം രണ്ടും അമ്മയുടെ തന്നെ സ്വരൂപമാണെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ക്ഷേത്രസ്വരൂപയാണ്. ഇത് വളരെ വളരെ ബൃഹത്തായൊരു സബ്ജക്റ്റാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ക്ഷേത്രത്തിലെ കൊടിമരം, അത് നമ്മുടെ നട്ടല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോരോ കാര്യങ്ങളും അതുപോലെ ഉണ്ട്. അത് കുറച്ചുകൂടി വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് വേറൊരു അവസരത്തിൽ നമുക്ക് നോക്കാം. ഇനി 342 ക്ഷേത്രേശി. ഒന്നുകൂടി ചൊല്ലാം. ക്ഷേത്രേശി. ഇവിടെ ക്ഷേത്രേശി നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര സ്വരൂപ എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്ക് കേൾക്കണം. അതുകൊണ്ട് തന്നെ ക്ഷേത്രേശി എന്ന് നീട്ടിയിട്ട് ജപിക്കുക. ക്ഷേത്രേശൻ, ഈ നാമമന്ത്രത്തിനർത്ഥം ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ. ക്ഷേത്രേശൻ എന്നാൽ ശിവൻ. അപ്പോൾ ക്ഷേത്രേശി എന്നാൽ ശിവ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയെ ക്ഷേത്രേശി എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ അധിഷ്ഠാത്രി, നേരത്തെ നമ്മൾ കണ്ടതാണ്. ക്ഷേത്രസ്വരൂപയാണ് അമ്മ.
36 തത്വങ്ങളോട് കൂടിയ നമ്മുടെ ശരീരത്തിന് ക്ഷേത്രമെന്ന് പറയുന്നു. ആ ക്ഷേത്രം തന്നെ സ്വരൂപമായുള്ളവൾ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പകർപ്പായ നമ്മൾ തൊഴാൻ പോകുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെയും അധിഷ്ഠാത്രി. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ക്ഷേത്രേശിയാണ്. 343 ക്ഷേത്രജ്ഞപാലിനി. പദം പിരിക്കുമ്പോൾ പാലിനി, ക്ഷേത്രജ്ഞപാലിനി, ക്ഷേത്രജ്ഞപാലിനി. ഇവിടെ ക്ഷേത്ര 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ ആ ക എന്നുള്ളത് കേൾക്കണം. ക്ഷേത്രജ്ഞപാലിനി. അപ്പോൾ ക്ഷേത്രം എന്താണ് നമ്മൾ കണ്ടു, നമ്മുടെ ശരീരം. അതുപോലെ തന്നെ നമ്മൾ തൊഴാൻ പോകുന്ന ക്ഷേത്രം. നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ക്ഷേത്രനെയും ക്ഷേത്രജ്ഞനെയും, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് അമ്മയുടെ തന്നെ അംശമായ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ. അപ്പോൾ നമ്മുടെ തൊഴാൻ പോകുന്ന ക്ഷേത്രത്തിലെ ആ വിഗ്രഹമാണ് നമ്മുടെ ജീവനെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ, അത് മനുഷ്യ ശരീരവും ജീവനും അതുപോലെ തന്നെ ക്ഷേത്രവും വിഗ്രഹവും രണ്ടിനെയും പാലിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ അമ്മ ക്ഷേത്രജ്ഞപാലിനി എന്നിവിടെ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക. ഇത് വളരെ കൂടുതലായിട്ട് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിയിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഉച്ചാരണം അത് വളരെ കറക്റ്റായിട്ട് വരണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടുള്ളൂ, മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ഷേത്രജ്ഞപാലിനിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യേ നമഃ.